മുഹമ്മദ് നബി ചന്ദ്രനെ പുലർത്തിയത് ചേരമാൻ പെരുമാൾ കണ്ടോ ഇല്ലയോ? അതാണ് ഇപ്പോൾ കുറേ ചർച്ച. ദീപക് ടോക്സ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാണ് വീണ്ടും ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ ഒരു വീഡിയോ ഇട്ടോട് കൂടിയിട്ട്, രണ്ട് ഭാഗം വരുന്നൊരു വീഡിയോ ഇട്ടോട് കൂടിയിട്ട് ഇതാകെ ചർച്ചയായിട്ടുണ്ട് വീണ്ടും. അബ്ദുള്ള അബ്ബാസിൽ പണ്ട് മുഹമ്മദ് ഖാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂവിലും ഈ ഒരു സംഗതി ചെറുതായിട്ടൊന്ന് തോണ്ടിപ്പോണുണ്ട്. മലയാളിയായ രാജാവ് ഇങ്ങനൊരു സംഭവം കണ്ടതിൻ്റെ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അമീൻ ജൗഹരി, യുക്തിവാദികളുടെ പൊട്ടത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന അമീൻ ജൗഹരി വീണ്ടും ഈ പൊട്ടത്തരവുമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അമീൻ ജൗഹരിൻ്റെ വേറെ പൊട്ടത്തരത്തിൻ്റെ കഥ നമുക്ക് വേറൊന്ന് പറയാനുണ്ട്, അതെന്തായാലും പറയാം. അതിന് മുമ്പ് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ സീരീസ് ചേരമാൻ പെരുമാൾ ചന്ദ്രൻ പുലർത്തിയത് കണ്ടിട്ടില്ല എന്ന് കൃത്യമായി തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ്, കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ശരിക്കും അത്ര വലിയൊരു സീരീസിൻ്റെ ആവശ്യമൊന്നുമില്ല. ചേരമാൻ പെരുമാൾ ഒടുക്കത്തെ ചേരമാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ ഒടുക്കത്തെ ചേരമാൻ എന്ന് പറയുന്ന ആൾ, ഈ ചേരമാൻ പെരുമാളിൻ്റെ കാലം ഏതാണെന്ന് നോക്കിയാൽ, അതുപോലെ മാലിക് ദിനാറിൻ്റെ കാലം, മുഹമ്മദ് നബിയുടെ കാലം, ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് തമ്മിൽ നല്ല മിസ്മാച്ച് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഇതൊക്കെ ഉണ്ടാക്കിയ കഥകളാണെന്നുള്ളത്, കള്ളക്കഥകളാണെന്നുള്ളത്. അതിന് പുറമെ പിന്നെ പറയുന്ന സാധനം കൊടുങ്ങല്ലൂർ പള്ളി അവിടെയുള്ള സംഗതി, എന്താ പറയുക, ഇന്ത്യൻ സർക്കാരിൻ്റെ രേഖകളിൽ ഇത് ആ ഒരു മുഹമ്മദ് നബിയുടെ കാലത്തുള്ളതാണെന്നാണല്ലോ പറയണമെന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ പറയപ്പെടുന്നു എന്നൊരു മെൻഷനിങ് അല്ലാതെ വേറൊന്നുമില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് ഇത് മുഹമ്മദ് നബിയുടെ കാലത്തൊന്നും ഉള്ളതല്ല എന്നുള്ളതാണ്. അത് 800-നൊക്കെ ശേഷമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ഡേറ്റ് പറയുന്നതെന്നാണ് തോന്നുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. അത് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല, പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ MGS ഇന്ന് വായിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരനാണ് MGS നാരായണൻ. അദ്ദേഹത്തിൻ്റെ കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം വായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എപ്പിസോഡ്. തുടർന്ന് ഇതേപോലെ എൻ്റെ കൈമറിഞ്ഞെത്തിയ പുസ്തകങ്ങളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങൾ വായിക്കാനും അതുപോലെ അതിലുള്ള എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക് അവിടെ നിർത്താലോ. ഇത് സംബന്ധമായിട്ട് ഞാൻ ഇൻഫിഡൽസിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കിതൊന്ന് വായിച്ചു നോക്കാം, ഒന്ന് കേട്ട് നോക്കാം. ഒരു ഓഡിയോ ബുക്ക് പോലെ തോന്നും. എന്തായാലും ഇത് വായിച്ച് കേട്ട് നോക്കാം. അത് കേട്ട് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് എന്താണ് അവസ്ഥ എന്നുള്ളത്. ഏതായാലും MGS എന്താ പറയുന്നത് നമുക്ക് നോക്കാം. MGS പറയുന്നു, ചേരമാൻ പെരുമാൾ നബിയെ കണ്ട കഥ. 4ാമത്തെ കെട്ടുകഥയും ചരിത്ര വക്കീകരണത്തിൻ്റെ ഉത്തമോദാഹരണമാണ്. കൊടുങ്ങല്ലൂർ മഹോദയപുരം കേന്ദ്രമായി കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാക്കളിൽ അവസാനത്തെയാൾ ബ്രാഹ്മണരോട് കലഹിച്ച് മതം മാറി മക്കത്ത് പോയ കഥ കേരള സമൂഹത്തിൻ്റെ ചരിത്രസ്മൃതിയിൽ അലിഞ്ഞു ചേർന്നതാണ്. പെരുമാക്കളുടെ കാലക്രമമോ ഭരണക്രമമോ പരക്കെ അറിയപ്പെടാതിരുന്ന കാലത്ത് ഈ സംഭവത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലത്ത് കൊണ്ടുവച്ച് മാപ്പിളപ്പാട്ടുകാർ സ്വയം അറിയാതെ ചരിത്രത്തെ അപമാനിച്ചു. പ്രവാചകൻ ക്രിസ്തു 7-ാം നൂറ്റാണ്ടിലും ഒടുക്കത്തെ ചേരമാൻ പെരുമാളായ രാമവർമ്മ കുലശേഖരൻ 1089 to 1124, ക്രിസ്തു 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ് ജീവിച്ചതെന്ന് അറിയാതെയാണ് കഥാകൃത്തുക്കൾ നബിചരിത്രത്തെ പെരുമാൾ ചരിതവുമായി കൂട്ടിക്കെട്ടിയത്. അതാണ് ആ ഒരു കാലഗണന നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പൊട്ടത്തരാണ്, ആ കഥ കള്ളക്കഥയാണെന്നുള്ളത്. ഒരു നിലക്കും നടക്കാൻ സാധ്യത ഇല്ലാത്തൊരു സംഗതിയാണെന്നുള്ളത്. ഇനി ബാക്കി വയ്ക്കാം. ചേരമാൻ പെരുമാക്കൾ ബ്രാഹ്മണദാസരായിരുന്നുവെന്നും ആ ദാസ്യത്തെ ഒരാൾ ധിക്കരിച്ചപ്പോൾ ഭ്രഷ്ടനായി പുറത്തു പോയതോടെയാണ് കേരളം നാടുവാഴികളുടെ കൈവശം വന്നു ചേർന്നതെന്നും അറിയാതെയാണ് കഥയെഴുത്ത് അംഗീകരിക്കപ്പെടുന്നത്. മാലിക് ബിൻ ദിനാർ കേരളക്കടലോരത്ത് കെട്ടിപ്പൊക്കിയ 10 സൗഹൃദ സ്മാരക പള്ളികളെ ചരിത്ര വസ്തുതയായി തന്നെ കാണാൻ കേരളീയ ശില്പശൈലിയിലുള്ള മാപ്പിളപ്പള്ളികളുടെ നിർമ്മിതി സഹായിക്കുന്നു. ആ 10-ലൊന്നായ മാടായി പള്ളിയിലുള്ള സ്ഥാപന ലിഖിതത്തിൽ പറയുന്നത് പോലെ ഹിജറ 518-ാം ആണ്ടിലാണ് മാടായി പള്ളി പണിക്കപ്പെട്ടത്. ഹിജറ 518 എന്ന് പറയുമ്പോൾ എത്ര വർഷം നിങ്ങൾ ആലോചിക്കണം? 500 വർഷം കൂട്ടിയാൽ മതി നമ്മുടെ ക്രിസ്താബ്ദം എത്രയാണ് കൃത്യമായിട്ട് കിട്ടാൻ ഹിജറയോട്. അപ്പോൾ ഹിജറൻ്റെ വർഷം എന്ന് പറയുമ്പോൾ എത്ര? AD 622-ലാണ് ഹിജറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 622-ലേക്ക് ഒരു 500 കൂട്ടിയാൽ എത്രയായി? 500 കൂടുമ്പോൾ 722, 822, 922, 1022, പിന്നെ 1122 അല്ലേ? ആ ഒരു കാലം. അപ്പോൾ ഈ ഒരു കാലം നമ്മൾ കൂട്ടുമ്പോൾ ഏകദേശം ഈ ചേരമാൻ പെരുമാൾ, അവസാനത്തെ ചേരമാൻ പെരുമാൾ ഭരണമൊഴിയുന്ന വർഷത്തിനോട് അടുത്ത് വരുന്നുണ്ട് ആ ഒരു കാലം. അവിടെ അത് മാച്ച് ആവുന്നുണ്ട്.
അപ്പോൾ ഈ മാടായിപ്പള്ളിൻ്റെ ആ ഒരു സമയം പറഞ്ഞത്, ഈ മാടായിപ്പള്ളിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ 10 പള്ളികളുടെ കാലം ഏകദേശം ഒരേ കാലം എന്നാണ് പറയുന്നത്. ആ 10 പള്ളികളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ പള്ളി. അപ്പോൾ ബാക്കി പറയാം. ആ 10-1 മാടായിപ്പള്ളിയിലുള്ള സ്ഥാപന ലിഖിതത്തിൽ പറയുന്നത് പോലെ ഹിജറ 518 ആണ്ടിലാണ് മാടായിപ്പള്ളി പണിയിക്കപ്പെട്ടത്. ഇക്കാര്യം മലബാർ മാനുവലിൻ്റെ 2ാം വോള്യത്തിൽ വില്യം ലോഗൻ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി മാത്രം മതി സത്യത്തിൽ. ഒരേ കാലഘട്ടം നിർമ്മിക്കപ്പെട്ട 10 പള്ളികൾ, ആ പള്ളികളുടെ കാലം എന്ന് പറയുന്ന 1100 കാലഘട്ടത്തിലാണ് വരുന്നത്. എന്നിട്ടാണ് അത് മുഹമ്മദ് നബിയുടെ കാലത്തേക്ക് കൊണ്ടുവച്ചിട്ട് ചേരമാൻ പെരുമാളിൻ്റെ ഒരു കള്ളക്കഥയും കൊണ്ടുപോയി വെച്ചിട്ട് അതൊക്കെ പാടെ ഒന്നിച്ച് വെച്ച് മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലെത്തി എന്നുള്ളൊരു കള്ളക്കഥ അവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. ഏതായാലും ബാക്കി വായിക്കാം. എന്നാൽ ഹിജറ 518 എന്ന ഭാഗം ഇന്ന് ആ ലിഖിതത്തിലില്ല, വെറും 5 എന്നേ ഉള്ളൂ. അത് നബിയുടെ കാലത്തെ പറ്റിയുള്ള അന്ധവിശ്വാസം നിലനിർത്തുവാൻ ആരോ ചെയ്ത പണിയാണ്. ഉഡായിപ്പില്ലെങ്കിൽ ഇസ്ലാമില്ല. പുതിയ രീതിയിൽ മിനാരങ്ങളോടെ ഒന്നുണ്ടാക്കിയിരിക്കുന്നു. പഴയ കെട്ടിടം തന്നെ പൊളിച്ചു കളഞ്ഞു. ക്രിസ്തു വർഷം 16-ാം നൂറ്റാണ്ടിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ പൊന്നാനിക്കാരനായ സൈനുദ്ദീൻ മഖ്ദൂം തിരുത്താൻ ശ്രമിച്ചിട്ടും ആ വിശ്വാസം തിരുത്തപ്പെട്ടില്ല. ഈ ഒരു കഥ വിശ്വസിക്കാൻ പ്രബലമായ ഒരു തെളിവും തന്നെ ഇല്ല എന്ന് സൈനുദ്ദീൻ മഖ്ദൂം 16-ാം നൂറ്റാണ്ടിൽ തൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ എഴുതി വെച്ചിട്ടും അത് അംഗീകരിക്കുന്ന വിശ്വാസികൾ പോലും ഈ സംഭവം സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ വീണ്ടും ഈ കള്ളക്കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയുടെ കരിങ്കൽ അധിഷ്ഠാനം 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിദഗ്ധർ കണ്ടെത്തിയിട്ടും ഫലമുണ്ടായില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടുന്ന് കണ്ടെത്തിയ കരിങ്കൽ അധിഷ്ഠാനം, കൊടുങ്ങല്ലൂർ പള്ളിയുടെ കരിങ്കൽ അധിഷ്ഠാനം 12-ാം നൂറ്റാണ്ടിൽ ആണ് ഉണ്ടായതാണെന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 12-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ എത്രയായി? 1100 സംതിങ് 12-ാം നൂറ്റാണ്ട്. അപ്പോൾ അതന്നെ, ഇതൊക്കെ ആ ഒരു കാലഘട്ടം തന്നെയാണ്. മാടായിപ്പള്ളിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് തന്നെയാണ് ഇതും വരുന്നത്. ഇനി മിനാരങ്ങളോട് കൂടിയ ഒരു ചുറ്റുമതിൽ കെട്ടിയ ആ മതസൗഹാർദ്ദ പള്ളിയുടെ ചരിത്ര കാഴ്ച മറക്കാനാണ് അധികൃതർ അവസരമൊരുക്കിയത്. ആ പള്ളിയും അതിൻ്റെ ചരിത്രവും വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ മതം മാറിയ പെരുമാളുടെ പൈതൃകമായിട്ടാണ് നീണ്ടുനിന്ന മാപ്പിള നായർ സഖ്യവും കോഴിക്കോട് രാജ്യത്തിൻ്റെ വളർച്ചയും തിരിച്ചറിയേണ്ടത്. അറബി മുസ്ലിം വ്യാപാരികൾ 7-ാം നൂറ്റാണ്ടോട് കൂടി തന്നെ എത്തിയിരിക്കാമെങ്കിലും കാലവർഷക്കാറ്റിൻ്റെ ഗതി അനുസരിച്ച് വരികയും പോവുകയും ചെയ്യുന്നവർക്ക് ഇവിടെ സ്ഥിരതാമസത്തിൻ്റെ അത്യാവശ്യമുണ്ടായിരുന്നില്ല. വല്ല തുറമുഖങ്ങളും അവിടെ ശക്തരായ സംരക്ഷകരും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്ഥിരമായി താമസിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് 12-ാം നൂറ്റാണ്ടോടെ മാത്രം ഒടുക്കത്തെ പെരുമാളിൻ്റെ സന്മനസ്സോടെ അവർ പള്ളി കെട്ടി താമസം തുടങ്ങിയത്. യഹൂദരെയും നസ്രാണികളെയും പോലെ അവരെയും കേരളം സ്വാഗതം ചെയ്തു. വിഴിഞ്ഞത്തും കൊല്ലത്തും കൊടുങ്ങല്ലൂരും പഴയ കുടിയേറ്റക്കാർ കേന്ദ്രീകരിച്ചിരുന്നത് കൊണ്ട് ഈ പുതിയ കൂട്ടർ കോഴിക്കോടെന്ന പുതിയ തുറമുഖ നഗരത്തിലാണ് ആദ്യമായി താമസമുറപ്പിച്ചത്. അവരുടെ പള്ളികൾ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളികളല്ല. ഒടുക്കത്തെ പെരുമാളുടെ മുഖ്യ സാമന്തനായിരുന്ന ഏറനാട്ടിലെ മാനവിക്രമനും അനന്തരവരുമാണ് അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത്. സത്യത്തിന്റെ തുറമുഖമെന്ന് അവർ കോഴിക്കോടിനെ വിശേഷിപ്പിച്ചു. കോഴിക്കോട്ടെ സാമൂതിരിപ്പാടിന്റെ വിശ്വസ്ത മിത്രങ്ങളായി മാപ്പിളമാർ കുറ്റിച്ചിറയിലും ഇടിയങ്ങരയിലും 4 കെട്ടുകൾ ഉണ്ടാക്കി വലിയ കൂട്ടുകുടുംബങ്ങളിൽ വാണു. അവർക്ക് നാട്ടുപെണ്ണുങ്ങളുമായുള്ള സംബന്ധത്തിൽ പിറന്നവർ നായന്മാരെ പോലെ മരുമക്കത്തായം പോലും സ്വീകരിച്ചു. ഈ നായർ മാപ്പിള സഖ്യമാണ് നൂറ്റാണ്ടുകൾ നിലനിന്നത്. കോഴിക്കോടിനെ ചൈന മുതൽ ഈജിപ്ത് വരെ കടൽ വഴി നീണ്ടുപോയ ലോകവ്യാപാര ശൃംഖലയിൽ മുഖ്യ കണ്ണിയായി വളർത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സൈനുദ്ദീൻ മഖ്ദൂം തൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ സാമൂതിരിയെ മുൻനിർത്തി ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി വിദേശീയരായ പറങ്കികൾക്കെതിരെ ജിഹാദ് നടത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. കച്ചവടക്കണ്ണുള്ള ഈ മാപ്പിള കച്ചവടക്കാരാണ് ഒരിക്കൽ മാമാങ്കം ചെന്ന് കണ്ട ശേഷം മാമാങ്കം നടക്കുന്ന പേരാറ് മണപ്പുറത്തുള്ള തിരുനാവായ ക്ഷേത്രം ആക്രമിച്ച് പിടിച്ചടക്കി വള്ളുവനാട് രാജാവിൽ നിന്ന് മാമാങ്കത്തിൽ അധ്യക്ഷം വഹിക്കാനുള്ള അവകാശം സ്വായത്തമാക്കാൻ 14-ാം നൂറ്റാണ്ടിൽ സാമൂതിരിയെ പ്രേരിപ്പിച്ചത്. മാമാങ്കം ഒരു വലിയ വ്യാപാരമേളയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ യുക്തി വേഗം തിരിച്ചറിയാം. ഷാ ബന്ദർ ഖ്വാജ എന്ന പാരമ്പര്യ പ്രമാണിയാണ് സാമൂതിരിക്ക് വേണ്ടി തുറമുഖം രക്ഷിച്ച് നികുതികൾ പിരിച്ച് നീതിന്യായം പാലിച്ചത്. അയാളുടെ പേരാണ് ഐതിഹ്യവും പറയുന്നത്. വള്ളുവനാടുമായുള്ള യുദ്ധത്തിൽ വള്ളുവനാട്ടിലെ 2 രാജകുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതിൻ്റെ കുടിപ്പകയുമായാണ് ചാവേറുകൾ ഓരോ മാമാങ്ക സന്ദർഭത്തിലും 40,000 വരുന്ന സാമൂതിരി പടയെ നേരിട്ട് മരണം വരിച്ചത്. തിരിച്ചടി അസാധ്യമെങ്കിലും അതൊരാചാരമായി നിലനിന്നു. പിൽക്കാലത്ത് ഈ ചാവേറുകളുടെ വരവായി മാമാങ്കത്തിൻ്റെ മഹാമാഘം പ്രധാന ആകർഷണം. 12 തോറും ഭാരതത്തിൻ്റെ പല മഹാനദികളുടെയും തീരത്ത്
ഭാരതം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല കേട്ടോ. പ്രയാഗ, ഹരിദ്വാർ, ഉജ്ജയിനി, ഗോകർണം, കുംഭകോണം നടത്തിപ്പോന്ന വൻകിട വ്യാപാരമേളകളാണ് ഇത്തരം ഉത്സവങ്ങളെന്ന് ചരിത്രം പഠിക്കാത്തവർ അറിഞ്ഞില്ല. കേരളത്തിൻ്റേത് മാത്രമായ ഒരു ഉത്സവമാണെന്നാണ് പലരും വിചാരിച്ചത്. KV കൃഷ്ണയ്യർ പ്രസിദ്ധീകരിച്ച ചെങ്ങഴി നമ്പ്യാർ പാട്ട്, കണ്ടർമേനോൻ പാട്ട് എന്നീ പാട്ടുകളും കോഴിക്കോടൻ ഗ്രന്ഥവരിയിലെ മാമാങ്ക ചടങ്ങുകളും സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു. കാലക്രമത്തിലെ വലിയ തെറ്റുതിരുത്തി മക്കത്ത് പോയ പെരുമാളുടെയും നാടുവാഴി ഭരണത്തിൻ്റെയും ചരിത്രം മാറ്റി എഴുതണം. പെരുമാൾ ഭരണകാലത്ത് ചോള സാമ്രാജ്യവുമായി ഒരു നൂറ്റാണ്ട് യുദ്ധമുണ്ടായെന്നും അതിൻ്റെ ഫലമായാണ് മരുമക്കത്തായവും ജന്മിസമ്പ്രദായവും ബ്രാഹ്മണാധിപത്യവും എല്ലാം കേരളത്തിലുണ്ടായതെന്നും ഒരു സങ്കല്പം പ്രൊഫസർ ഇളംകുളം സൃഷ്ടിച്ചിരുന്നു. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ നമുക്കറിയാം. ഇത് കേരള ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ചേരമാൻ പെരുമാൾ മതം മാറി നാടുവിട്ടുപോയി രാജ്യം വിഭജിതമായത്. മുഹമ്മദ് നബി എന്ന പ്രവാചകന്റെ കാലത്തോടൊന്നും അതിന് ബന്ധമില്ല. ഈ സന്ദർഭത്തോട് ചേർത്തുണ്ടാക്കിയ നബിക്കഥ ഉപേക്ഷിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. വള്ളത്തോൾ വിദ്യാപീഠം പ്രസിദ്ധീകരിച്ച മാമാങ്ക ചടങ്ങുകൾ എന്ന പുസ്തകവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച എൻ്റെ കാലിക്കറ്റ് ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ് എന്ന പുസ്തകവും ഇതെല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ MGS ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ കനത്തിൽ തന്നെ കാര്യങ്ങൾ ഗവേഷണം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഇളംകുളത്തിൻ്റെ കേരള സങ്കല്പങ്ങളൊക്കെ പിന്നീട് പൊളിച്ചെഴുതപ്പെട്ടെന്നും അയാൾ കണ്ടെത്തിയ പല കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയെന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ MGS പറഞ്ഞു വെക്കുന്നത്. ഈ ഇളംകുളത്തിനൊക്കെ പലരും മെൻഷൻ ചെയ്യാറുണ്ട്, ഈ ഒരു ചേരമാൻ പെരുമാൾ മക്കത്ത് പോയ സംഭവം റിയൽ ആണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനുശേഷം വന്ന MGS നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരം ഒരുപാട് കള്ളക്കഥകൾ കേരളീയ ചരിത്രത്തിൽ നല്ല ഒരുപാട് ചരിത്രങ്ങളിലുണ്ട്. അത്തരം കള്ളക്കഥകളിൽ ഒന്നാണ് ഈ പറയുന്ന ചേരമാൻ പെരുമാൾ മക്കത്ത് പോയി മുഹമ്മദ് നബിയെ കണ്ടു. അതിൻ്റെ കാരണം ചന്ദ്രനെ പിളർത്തിയത് കണ്ടതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന കഥകളൊക്കെ. അപ്പോൾ അതെല്ലാം കേവലം കഥകൾ മാത്രമാണ്. കേവലം എന്താ പറയുക, എല്ലാ നിലക്ക് ഏതൊരു നിലക്ക് നോക്കിയാലും വെറും കഥകൾ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കൃത്യമായി വളരെ വ്യക്തമായി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വിശദമായി തന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ്. ഏതായാലും എൻ്റെ കയ്യിലൂടെ ഈ വിഷയത്തിൽ വന്നു പോയിട്ടുള്ള എഴുത്തുകുത്തുകളല്ല, പുസ്തകങ്ങൾ, അതിലെ ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഞാൻ എന്തായാലും വായിച്ച് ഓരോരോ എപ്പിസോഡായിട്ട് ചെയ്യാം. എന്നിട്ട് അവസാനം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ പറയുന്നതിൽ ആരാണ് കള്ളം പറയുന്നത് എന്ന്. എന്നാൽ എനിക്കുള്ള അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായ ഒരു വെരിഫിക്കേഷനൊന്നും വേണ്ടതില്ല സ്വന്തം ദീനിൻ്റെ കാര്യമാകുമ്പോൾ എന്നുള്ള കുറേ സത്യവിശ്വാസികളെന്ന് സ്വയം പ്രഖ്യാപിച്ച മുസ്ലിങ്ങളുടെ നിലപാട് കാണുമ്പോഴാണ് കേട്ടോ.